തന്നെ എനിക്കിത് കിട്ടത്തുള്ളൂ. എത്തിയേക്കണം ബൈ. പോയ കാര്യം എന്തായി? 12 മണിക്ക് ചെയിൻ റിയാക്ഷൻ തുടങ്ങും. എനിക്കതിൽ ടെൻഷൻ ഇട്ടാ. ഇനിയൊരു തിരിച്ചു പോക്കില്ല സാഹിദ്. സാറിന്റെ മെസ്സേജ് വന്നാൽ ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങണം. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ. CM വരുന്നത് കൊണ്ട് MG റോഡ് ബ്ലോക്കാണ്. ഗെറ്റ് റെഡി. ആദ്യം എവിടെയാണ് പോയി? ആദ്യം ഡോക്ടറെ കാണാം, അത് കഴിഞ്ഞ് ഷോപ്പിംഗ്. TD റോഡ് വഴി കട്ട് ചെയ്ത് കയറി 15 മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്താം. ബ്ലോക്കിൽ പെടില്ല. യെസ്. എന്താണ് എനിക്ക് വേണ്ടത്? എങ്ങോട്ടാണ് കൊണ്ടുപോണത്? എനിക്ക് കുറച്ച് കാശ് വേണം, അതിപ്പോ തന്നെ വേണം. നിന്നെ പിടിച്ചു കൊടുത്താൽ എനിക്കത് കിട്ടും. നീ ആരാണോ എന്താണോ എനിക്കറിയില്ല. എന്നെ പിടിച്ചു കൊടുത്താൽ കിട്ടുന്ന പണമാണ് എന്റെ ആവശ്യമെങ്കിൽ നിനക്കത് കിട്ടില്ല. അത് സർക്കാരിന്റെ ഇനാമാണ്. കയ്യിൽ കിട്ടാൻ ചുരുങ്ങിയത് 1 വർഷം പിടിക്കും. നിനക്കാ പണം ഞാൻ ഇപ്പൊ തരാം. രണ്ട് മണിക്കൂറിനുള്ളിൽ സർജറി നടന്നില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. അത് സ്നേഹ കൂടുതൽ കൊണ്ടല്ലേ അമ്മച്ചി? ഇപ്പോഴത്തെ ഭർത്താക്കന്മാരൊക്കെ അങ്ങനെയാ. അവ സ്നേഹിച്ചോടി അവൾ അതിനുള്ളിൽ കിടക്കണേ. പിന്നെ അവിടെ പോയി എന്തോന്ന് സ്നേഹിക്കാനാ? എന്റെ പൊന്നമ്മച്ചി ഒന്നും മിണ്ടാതിരി. പേടിക്കണ്ട, ഡെലിവറി കണ്ട് ബോധം പോയതാ. 2 തവണ മിസ്റ്റർ കേരള ആയിരുന്ന ആളാണ് സാർ ഞാൻ. ഇവനിതിന്റെ
വല്ല കാര്യം ഉണ്ടായിരുന്ന അമ്മച്ചി ദേ കൊച്ചിനെ കൊണ്ടുവരുന്നുണ്ട്. എന്റെ കർത്താവേ, ജോയിക്കുട്ടിനെ പറിച്ചു വെച്ചേക്കണ്. നിങ്ങൾ ശീതളിന്റെ ആൾക്കാരാണോ? അല്ല, ഞങ്ങൾ റോസിയുടെ ആൾക്കാരാ. ഇത് ശീതളിന്റെ കുട്ടിയാ. ശീതളിന്റെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഞാനാ ശീതളിന്റെ ഭർത്താവ്. ആൺകുട്ടിയാ. ഞാനൊന്ന് എടുത്തോട്ടെ. എന്റെ മകന, എത്ര നാളായി? 20 കൊല്ലമായി. നല്ല മോനാണ്. നല്ലത് മാത്രം വരട്ടെ. കർത്താവ് രക്ഷിക്കും. ഭഗവാനെ, ഇനി തരൂ. കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. ബേബിക്ക് ഒരു വൈറ്റ് ക്ലോത്ത് വാങ്ങി തരണം. താഴെ ഫാർമസി കിട്ടും. കുഞ്ഞെ, ഞങ്ങള് ജോയിക്കുട്ടന്റെ ആൾക്കാരാ. ജോയിക്കുട്ടിന് ബോധം വീണോ അമ്മച്ചി? ബിരിയാണി അരി നീളനല്ലേ? നീളം മതി. എന്നെ കെട്ടിക്കാനാടാ നോക്കിയിരിക്കുന്നേ. വേഗം പോയി ചാക്കി കയറ്റി വെക്കണം. താനിരിക്കടൂ. അവന് മലയാളം അറിയാത്ത ചേട്ടന്റെ ഭാഗ്യം. ആര് പറഞ്ഞു? അവന് നല്ല അസലായിട്ട് മലയാളം മനസ്സിലാവും. എടോ, ഇവറ്റകളോടൊക്കെ അല്ലേ നമുക്കിതൊക്കെ പറ്റൂ. ഇതേ പൊക്കവും വണ്ണവുമുള്ള ഒരു മലയാളിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റൂ? അതില്ല. എവിടെ നോക്കിയാലും ഈ ജന്തുക്കളാ. ചേട്ടന് എലികളൊക്കെ അങ്ങോട്ട് കൊല്ലാൻ മേലെ. അതൊന്നും ചെയ്യില്ലടൂ. അപ്പനുണ്ടായിരുന്ന കാലത്തെ ഇവറ്റകൾക്ക് വിളിപ്പേര് വരെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ക്ലോസ് ആയിരുന്നു മൂപ്പരുമായിട്ട്. കട എനിക്ക് തന്നപ്പോ അപ്പൻ ഒരേ ഒരു ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ: എലികളെ കൊല്ലരുത്. നാട്ടിൽ എലിപ്പനിയുടെ സീസണാ. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാരെങ്ങാനും കണ്ടാലേ പിടിച്ചകത്തിടും. താനായിട്ട് അറിയിക്കാതിരുന്നാ മതി. ഒന്ന് കൂടി പടക്കളം പോലെ. ശരി, എന്നാല് അടുത്ത വരവിന് കാണാം. ആയിക്കോട്ടെ.